നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ പട്ടികയെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തത്തിൽപ്പെട്ട ഒരാളെ പോലും പട്ടികയിൽ നിന്നും ഒഴിവാക്കില്ലെന്ന് മന്ത്രി. കട്ടപ്പനയിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സഹകരണ മേഖലയിലെ തട്ടിപ്പിനെതിരെ കരുവന്നൂർ മോഡൽ സമരം വ്യാപിപ്പിക്കുമെന്നും സുരേന്ദ്രൻ. പഴയന്നൂരിൽ ഹോട്ടലിൽ തീപിടുത്തം. പഴയന്നൂർ സെന്ററിലെ രവീന്ദ്ര ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. ജലസേചന സൌകര്യം കുറഞ്ഞതിനെ തുടർന്ന് മുണ്ടകൻ കൃഷി ഉപേക്ഷിച്ച് ചാറ്റിലാമ്പാടത്തെ കർഷകർ. കൃഷിക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി വേണമെന്ന് കർഷകർ. ദേശീയപാത നടത്തറ സിഗ്നൽ ജംഗ്ഷനിൽ കാറുമായി കൂട്ടിയിടിച്ച് കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക്. കണ്ടെയ്നർ ലോറി ഡ്രൈവർ കോയമ്പത്തൂർ സ്വദേശി മുത്തുരാജനാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നു. എം ടിയുടെ ആരോഗ്യനില ഇന്നലത്തെ അതേ നിലയിൽ തുടരുകയാണെന്നാണ് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ. സാഹിത്യ സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും തൃശൂരിൽ നടന്നു. സൂര്യമുദ്ര എന്ന പേരിൽ സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തോട്ടുപാലം പാടശേഖരത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. 4 ഏക്കറോളം വരുന്ന നെൽവയലുകളിലെ കൃഷി കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു. സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ കൊടുങ്ങല്ലൂർ സ്വദേശിക്ക് 1ാം റാങ്ക്. ശ്രീഹരി വി അനിലിനാണ് 1ാം റാങ്ക് ലഭിച്ചത്. പോണ്ടിച്ചേരി ജിപ്മറിൽ സീനിയർ പ്രസിഡന്റ് ഡോക്ടറാണ് ശ്രീഹരി. ചന്ദ്രാപ്പിന്നി പെരുമ്പടപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചു. വികാരി ഫാദർ അനിൽ പുതുശ്ശേരി, ഫാദർ ചെറിയാൻ മാളിയേക്കൽ, എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു എന്നിവർ ചേർന്ന് വിത്തിടൽ നിർവഹിച്ചു. ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചേലക്കര സെന്ററിൽ നടന്ന പ്രതിഷേധ പരിപാടി പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കെപിസിസി സെക്രട്ടറി സി ശ്രീകുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കാതിക്കോട് അൽ അഖ്സ ഹെവൻസ് സ്കൂളിൽ സെൻട്രൽ കേരള ഹെവൻസ് ഖുറാൻ ഫെസ്റ്റ് നടന്നു. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ പുലിയന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം എ.സി. മൊയ്തീൻ എം.എൽ.എ. നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പദ്ധതിയിൽ നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനവും എം.എൽ.എ. നിർവഹിച്ചു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് വരവൂർ ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ ആരംഭിച്ചു. എം.എൽ.എ. യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം ചൊവ്വന്നൂർ ബിയാസിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു. നഗരസഭാ ടൗൺഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ ഫാദർ പോൾ ചിറ്റിലപ്പള്ളി മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന്റെ 22ാം വാർഷികാഘോഷം സമാപിച്ചു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുദർശനൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നിയോജക മണ്ഡലം ഇരട്ടപ്പുഴ ഗവൺമെന്റ് എൽ.പി. സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 1ാം നിലയുടെ നിർമ്മാണോദ്ഘാടനവും ചൊവ്വാഴ്ച മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 99.5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. വാടാനപ്പള്ളി നടുവിൽക്കര ശ്രീ പുത്തിലത്ത് അയ്യപ്പസ്വാമി ക്ഷേത്ര ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. പ്രസിഡന്റ് വി എം സുബീഷ്, സെക്രട്ടറി കെ ഡി ദേവാനന്ദ്, ട്രഷറർ കെ ആർ രാകേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RC-UP സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷം വാർഡംഗം സന്തോഷ് പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷനായി.
ചാവക്കാട് എഴുത്തുമുറി വാട്സാപ്പ് കൂട്ടായ്മ മികച്ച സാഹിത്യത്തിന് പുരസ്കാരം നൽകും. 2023 ജനുവരി 1 മുതൽ 2024 ഡിസംബർ 31 വരെ ആദ്യ പതിപ്പായി പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. 5555 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ചാവക്കാട് ഇരട്ടപ്പുഴ ഉദയ വായനശാല സാഹിത്യ പുരസ്കാര വിതരണം തിങ്കളാഴ്ച നടക്കും. KN വിനീഷിന്റെ നിഴൽപോര്, ഷനോദ് ആർ ചന്ദ്രന്റെ കാലൊടിഞ്ഞ പുണ്യാളൻ, ശൈലന്റെ രാഷ്ട്രമീമാംസ എന്നിവയ്ക്കാണ് പുരസ്കാരം. പുല്ലഴി ശ്രീ രവിശങ്കർ വിദ്യാമന്ദിരന്റെ പ്രഥമ ലോക മെഡിറ്റേഷൻ ദിനം ആചരിച്ചു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ശ്രീലാൽ ശ്രീധർ മുഖ്യാതിഥിയായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൺമറഞ്ഞുപോയ മുൻ സംഘടനാ ഭാരവാഹികളെ അനുസ്മരിക്കുന്നതിനായി നേതൃസ്മൃതി സംഘടിപ്പിച്ചു. കുന്നംകുളം CV സ്മാരക ഹാളിൽ നടന്ന ചടങ്ങ് KSSPU ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നെല്ലുവായ് ഗ്രാമീണ വായനശാലയിൽ പുസ്തക പ്രദർശനവും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സാന്ത്വന സ്പർശം എന്ന പേരിൽ രോഗി സംഗമം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചേരൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് മെഗാ ക്രിസ്മസ് ഘോഷയാത്ര സംഘടിപ്പിച്ചു. ചേരൂർ വായനശാല മുതൽ പള്ളിമൂല വരെ സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ 200ഓളം ഭിന്നശേഷി വിദ്യാർത്ഥികളും മാതാപിതാക്കളും പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെമ്മാപ്പിള്ളി യൂണിറ്റ് 25ാം സമ്മേളനം ചാഴൂരിൽ സംഘടിപ്പിച്ചു. യൂണിറ്റ് സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബ്ലാങ്ങാട് പാറൻപടിയിൽ ടൂറിസ്റ്റ് ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. കടപ്പുറം തൊട്ടാപ്പ് സ്വദേശി ലാലു പ്രസാദിനാണ് പരിക്കേറ്റത്. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം രൂപവൽക്കരിച്ച അഡ്വൈസറി കമ്മിറ്റി മൈസൂരിൽ സംഘടിപ്പിക്കുന്ന സംവാദത്തിലേക്ക് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിയെ തെരഞ്ഞെടുത്തു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മൈസൂർ അബ്ദുൽ നസീർ സാബ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് പഞ്ചായത്തി രാജിൽ നടക്കുന്ന വനിതാ പ്രസിഡന്റുമാരുടെ സംവാദത്തിലേക്ക് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളാണ് അശ്വതി വിബി. ആലപ്പാട് മടത്തുംപടി ശ്രീ വനശാസ്ത ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. SNBP സമാജത്തിൽ നിന്ന് വാദ്യമേള താലപ്പൊലിയുടെയും എഴുന്നള്ളിപ്പ് നടന്നു. ബ്രദേഴ്സ് അന്തിക്കാട് അയ്യപ്പൻ വിളക്ക് സംഘം ശാസ്താംപാട്ടിന് നേതൃത്വം നൽകി. കേരള സംസ്ഥാന പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും തൃശൂരിൽ നടന്നു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും മന്ത്രി K രാജൻ നിർവഹിച്ചു. കുന്നംകുളത്ത് ഹോട്ടലിൽ തീപിടുത്തം. കുന്നംകുളം ജംഗ്ഷനിലെ ഫുഡ് കോർണറിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഡോക്ടർ BR അംബേദ്കറെ പാർലമെന്റിൽ അപമാനിച്ചതിൽ KPMS ആനപ്പാറ ശാഖ വാർഷിക പൊതുയോഗം പ്രതിഷേധിച്ചു. ജില്ലാ ട്രഷറർ PC ബാബു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളികളുടെ സംസ്ഥാന സമര പ്രഖ്യാപന കൺവെൻഷൻ നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലാങ്ങാട് നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ 15ാം വാർഷികത്തിന്റെ ഭാഗമായി നാട്ടുകാരുടെ സഹകരണത്തോടെ നന്മയുടെ പ്രവർത്തകർ തകർന്നു കിടക്കുന്ന ബ്ലാങ്ങാട് വില്യംസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി. പ്രസിഡന്റ് PV അക്ബർ, വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.